ഹലോ, ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു ചെറിയൊരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സെറാവീൻ്റെ ഓയിൽ കൺട്രോൾ മോയ്സ്ചറൈസിങ് ജെൽ ക്രീമാണ്. ഇപ്പം എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ ഇതേപോലെ പിമ്പിൾസ്, അതേപോലെ തന്നെ ആ പിമ്പിൾസിൻ്റെ ചെറിയ ഡാർക്ക് സ്പോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിമ്പിൾസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഓരോ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല കെയർ ആണ് കേട്ടോ. കാരണം എനിക്ക് എല്ലാം ഇപ്പം അങ്ങോട്ട് വർക്ക് ആവണില്ല, അല്ലെങ്കിൽ ചിലതൊക്കെ എനിക്ക് പെട്ടെന്ന് അലർജിക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇത് സെറാവി ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അവരുടെ എല്ലാ പ്രൊഡക്റ്റും തന്നെ കുറച്ച് നല്ലൊരു സേഫ് സൈഡിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഓയിൽ കൺട്രോൾ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടൊരു മോയ്സ്ചറൈസറും അത് തന്നെയാണ് കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഫൗണ്ടേഷനാണ്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കാണാം, ആ ഒരു ഫസ്റ്റ് ലെയറിന് ഞാൻ ജസ്റ്റ് ഇടുമ്പോൾ തന്നെ ആ ഒരു ചെറിയ ഡാർക്ക് സ്പോട്ടൊക്കെ കണ്ടോ ഇങ്ങനെ കവർ ആവുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മളുടെ മെബലൈൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ അപ് ടു 30 ലൂമി മാറ്റ് ഫൗണ്ടേഷനാണ്. SPF 60 ഉണ്ട്. അതേപോലെ തന്നെ 220 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം എന്നുണ്ടോ ആ ഒരു മുഖമൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഭയങ്കര ഒരു അങ്ങനെ ഇരിക്കണമില്ല, പക്ഷെ എന്നാൽ അത്യാവശ്യം ഉണ്ടേനും ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ഫൗണ്ടേഷനാണ്. നല്ല ഫൗണ്ടേഷനാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇതിൻ്റെ തന്നെ റേഞ്ചിൽ വരുന്ന നമ്മുടെ മെബലൈൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ ഈ ഒരു സെയിം റേഞ്ചിൽ വരുന്ന ഒരു കോമ്പാക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് കാണിച്ചു തരാം. അതിൻ്റെ വൺ സൈഡ് നമുക്ക് മിററും അതേപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്പോഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് സെയിം തന്നെയാണ് കേട്ടോ. കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. നേരിട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല, പക്ഷേ കണ്ടോ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻ്റെ മുടീൻ്റെ വശം കണ്ടോ ഇതാണ് ഒറിജിനൽ സ്കിൻ ടോൺ. പക്ഷേ മറ്റേതും കണ്ടോ അത് നമ്മൾ ഫുൾ കവർ ചെയ്യാത്തതുകൊണ്ടാണ് ഡിഫറൻസ് അറിയുന്നത്. പക്ഷേ അതും കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഈ പുട്ടിയടിച്ച് ലുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു സ്കിൻ കളർ പോലെ തന്നെ ചേർന്ന് വരും. നല്ല രസമുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ലിപ് ലൈനറാണ്. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടീൻ്റെ ബോൾഡ് മാറ്റ് ലിപ് ലൈനറാണ്. നല്ല ഭംഗിയുള്ള എനിക്ക് എൻ്റെ ഫേവറേറ്റ്. ഞാൻ ഏത് ലിപ്സ്റ്റിക് ഇടാണെങ്കിലും ആ ഒരു ലിപ് ലൈനറായിട്ട് എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന നല്ല പക്ക ഒരു ന്യൂഡ് ഷെയ്ഡാണ്. നമ്മളുടെ മെബലൈൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ വിനൈൽ ലിങ്ക് നമ്മുടെ ലിപ്സ്റ്റിക്കാണ് വരുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അങ്ങനെ ലിപ്സിൽ നിന്ന് പെട്ടെന്ന് പോവുകയില്ല. കുറച്ച് നല്ലതാണ് നമ്മൾ കഷ്ടപ്പെട്ടരുതി പോക്കിയാലേ പോവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നല്ല ഓയിലൊക്കെ യൂസ് ചെയ്ത് പോക്കണം. അല്ലാണ്ട് വാട്ടർ പ്രൂഫാണ്. നമുക്ക് വെള്ളമാക്കിയാൽ അങ്ങനെയൊന്നും പോവില്ല. നന്നായിട്ട് ലിപ്സിൽ സ്റ്റേ ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അത് ഇടുന്ന സമയത്ത് ഒരു ലിപ് ലൈനർ നിർബന്ധം. കാരണം അത്രയും കുറച്ച് അല്ലെങ്കിൽ വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് ആ ഒരു കളറ് എൻ്റെ ഒരു സ്കിൻ ടോണിലൊക്കെ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ലിപ് ലൈനർ ഒന്നും ഇല്ലാണ്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഷെയ്ഡിൽ വരുന്നതാണ് ഈ ഒരു നമ്മൾ വെറ്റാൻ വരുന്ന ഗിവി മൊച്ച അല്ലെങ്കിൽ ഗിവി മൊക്ക എന്നൊക്കെ പറഞ്ഞ ഒരു ഷെയ്ഡില്ലേ, അത് പണ്ടേ മുതലേ കുറേ മുൻപേ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണത്. എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കുകളിൽ ഒന്നാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ട്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് കണ്ണൊക്കെ എഴുതുന്ന സമയത്ത് കുറേ പേർക്കുള്ള പരാതിയാണ് കണ്ണിൽ ഐലൈനർ ഇങ്ങനെ പരന്നോ അല്ലെങ്കിൽ കറക്റ്റ് ഷാർപ്പായിട്ട് വരയ്ക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം ഇത് വന്നിട്ട് നമ്മളുടെ നല്ലൊരു ബോൾഡ് ടിപ്പ് ഐലൈനറാണ് സ്വിസ് ബ്യൂട്ടീൻ്റെ കേട്ടോ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഐലൈൻസ് എന്താ പറയുക വിങ്സ് ഒക്കെ ഇടാനായിട്ടൊക്കെ അടിപൊളിയാണ്. നല്ല വാലൊക്കെ ഇട്ട് എഴുതിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മൾ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നേരെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ തട്ടി പോകുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഒരു കാജലും കൂടെ എഴുതി കഴിഞ്ഞാൽ നല്ല സൂപ്പറാവും കേട്ടോ.